ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നല്ലേ? മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളായിരുന്നു. സത്യം പറഞ്ഞിട്ടെന്താ കാര്യം? അല്ല തമ്പുരു, നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? ഹേയ്, അതൊന്നും വേണ്ട. അവന് വേറെന്തെങ്കിലും വിചാരിച്ചാലോ? അവനോ? ഏതവൻ? അതിന് ഞാൻ ഒരവനെ വിളിക്കുന്ന കാര്യമില്ലല്ലോ പറഞ്ഞേ. ഭയങ്കരനെ വിളിക്കുന്ന കാര്യമല്ലേ? അത് എനിക്കറിയാം. ഞാനേ അവളെന്ന് പറഞ്ഞതാ. അത് മാറിപ്പോയതാ. വേറൊന്നുമല്ല. ഈയിടെയായിട്ട് കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഉണ്ണിമോളെ, നീ എന്താ ഉദ്ദേശിക്കുന്നേ? മാറ്റങ്ങൾ തമ്പുരു ഇപ്പൊ പറഞ്ഞില്ലേ, മാറിയെന്ന്. അതുപോലെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ പറഞ്ഞതാ, വേറൊന്നുമില്ല. നീ വേറെന്തെങ്കിലും വിചാരിച്ചോ? ഞാനെന്ത് വിചാരിക്കാൻ? ഞാനും അങ്ങനെ വിചാരിക്കുന്നേ ഉള്ളൂ. അല്ല, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? പൈങ്കിളിനെ വിളിക്കുന്ന കാര്യല്ലേ? വാ, നമുക്കൊന്ന് വിളിച്ചു നോക്കാന്നേ. ഇവിടുന്ന് പോയതിനു ശേഷം അഡ്രസ് തന്നെ ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്കൊന്ന് വിളിച്ചു നോക്കാം. അത് മാത്രമല്ല, അലക്സും എൽസയും സാറയും ജിമിനൊക്കെ ഇവിടുന്ന് പോയ കാര്യം അവൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാകത്തില്ല. അത് നമുക്ക് പറയണ്ടേ? ഒന്ന് വിളിച്ചു നോക്കാം. ഈ സമയത്ത് അവൾ ഉറങ്ങി കാണത്തില്ലേടി? ആര്? അവള്. ഇപ്പൊ ഉറങ്ങി തന്നെ. പ്രത്യേകിച്ചും അവളെ ജിമിന് ലാൻഡ് ആയ ദിവസം പാടിയാ. ഇന്നിപ്പോ അവൾ ഉറങ്ങിയ തന്നെ, അതുകൊണ്ട് ധൈര്യമായിട്ട് വിളിക്കാന്നേ. എന്നാലേ ഞാൻ പോയിട്ട് അമ്മനെ ഫോൺ എടുത്തോണ്ടിരാ. വേഗം ചെല്ലേ. അല്ലടി പെണ്ണെ, നിനക്കിതെന്ത് പറ്റി? കൊറേ നേരമല്ലോ ഫോൺ കയ്യിൽ പിടിച്ച് നിക്കാൻ തുടങ്ങിട്ട്. ആ ബെസ്റ്റ്. താലോലിക്കാനേ ഇത് പൂച്ചക്കുട്ടിയൊന്നല്ല, ഫോണാ. അവിടെ എടുത്ത് വെക്കാൻ നോക്ക്. എങ്ങനെ എടുത്ത് കൈ പിടിച്ചാലേ ഇൻകമിംഗ് കോൾ ഒന്നും വരത്തില്ല, ബിസി എന്ന് കാണിക്കത്തുള്ളൂ. അവിടെ വെക്കാൻ നോക്ക്. ഒന്നാമത് അച്ഛമ്മയ്ക്ക് വയ്യാത്തതാ, എപ്പോഴാ വിളിക്കാന്ന് പോലും അറിയത്തില്ല. അമ്മനെ അച്ഛനെ കിട്ടിയിട്ടില്ലെങ്കിൽ ലൈൻ ഫോണിലേക്കാ വിളിക്കാറ്, അതുകൊണ്ട് കളിക്കാതെ വെക്കാൻ നോക്കിയേ. കണ്ട ഇതിനെ ഞാൻ അപ്പോഴേ പറഞ്ഞേ, ആ ഫോൺ എടുത്ത് കൈമ പിടിക്കണ്ടെന്ന്. കണ്ട വച്ച താമസം തന്നെ കോള് വന്ന്. ആരാണോ എന്തോ, ഒന്ന് വേഗം എടുത്തു നോക്കേ. നിനക്ക് വന്ന കോളോ? അല്ല, ആരാ വിളിച്ചേ? തമ്പുരോ? അവള് പൊതുവെ ഇങ്ങനെ വിളിക്കാറില്ലല്ലോ. എന്തേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ആണോ? നടക്കട്ടെ നടക്കട്ടെ. എന്തായാലും ഇതൊന്നും അത്ര ശരിയുള്ള ഏർപ്പാടല്ല. സ്വന്തം പെങ്ങൾക്ക് ഒരു കണ്ടം കുപ്പിവെള്ളം വാങ്ങി തരാത്തത് അത്ര ശരിയുള്ള ഏർപ്പാടൊന്നല്ല ചേട്ടാ. നിനക്കിപ്പോ എന്താ ഫോൺ സംസാരിക്കണം അത്രയല്ലേ ഉള്ളൂ? മിണ്ടാതെ സംസാരിക്കാൻ നോക്ക്. എനിക്കിവിടെ ഓരോന്നും ചെയ്യാനുണ്ട്. അല്ല, ഇവള് തമ്പുരിനോടല്ലേ സംസാരിക്കുന്നത്, അല്ലാതെ ഇവള് കാമുകനോടൊന്നല്ലല്ലോ. ഇതിന് മാത്രം നാണിക്കാനേ. എടി മണിക്കുട്ടൻ ചേട്ടൻ എന്റെ അടുത്ത്. അത് ശരി. അല്ല പെങ്കിളി, ഞങ്ങളെ വിളിച്ചത് ബുദ്ധിമുട്ടായോ? എന്താ ബുദ്ധിമുട്ട്? നിങ്ങളിപ്പോ വിളിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി നിൽക്കുവായിരുന്നു, അറിയോ? എന്തായാലും ഞങ്ങളെ കുറിച്ച് അന്വേഷിക്കാനായിരിക്കത്തില്ലെന്ന് 100% ഉറപ്പാ. അല്ല ഉണ്ണിമോളെ? പിന്നെ അല്ല. എടി എന്താണെടി, എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? അച്ഛടാ, ഞങ്ങളെ കിളിക്ക് മോളുണ്ടല്ലോ. ലേശം ഓവർ നാണിക്കണ്ട കേട്ടാ എന്റെ മണിക്കുട്ടൻ ചേട്ടനെ. നിന്നങ്ങ് പറത്തി കളയും, ഓർത്തോ? എന്ത് ചെയ്യാനാ, സ്വർഗം എന്ന് പറഞ്ഞാ അതിന്റെ തൊട്ടടുത്ത് തന്നെ നരകവും കാണുമല്ലോ. അല്ലടി ജിമിനി. ജിമിനിയോ? അതെന്തോന്ന്? ജിമിനിയോ? അതെന്തോന്ന്? എടി ജിമിനിയില്ലേ, ജിമിനി, ഗൂഗിൾ ജിമിനി. ആ ബെസ്റ്റ്. ഗൂഗിൾ ജെമിനിക്കാണോ ജിമിനി എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ? അല്ല, നീ ഇപ്പൊ എന്തിനാ ഗൂഗിൾ ജെമിനിന്റെ കാര്യം പറയുന്നേ? എടി ജിമിനിയില്ലേ, അതായത് ഗൂഗിൾ ജെമിനി, അത് ഇല്ലേ? ഓഹോ, കിളിയുടെ ജിമിനി. അതന്നെ. അല്ലടി, അതിനെ എന്തോ ഒരു വശപിശകുണ്ടല്ലോ. ഡേ പൈങ്കിളി, നീ ഇപ്പോ ഗൂഗിൾ ജെമിനിന്റെ കാര്യം എന്തിനാ പറയുന്നേ? പൈങ്കിളി, നിന്നെക്കാട്ട് ഓണം ഉള്ളവനാണ് ഞാന്. അപ്പോഴേ എന്നോട് വേണ്ട കേട്ടാ. ആ ഫോൺ സ്പീക്കറിലിട്. ഇടാനേ.
വിടടി. കണ്ടൊക്കെ ശനി എന്നെയും കൊണ്ടേ പോകുന്ന തോന്നുന്നേ. എടി പ്രോജക്റ്റിന്റെ കാര്യമൊക്കെ ഞാൻ ഗൂഗിൾ ജെമിനിയിൽ നോക്കിക്കണേ. ഒന്നും കുഴപ്പമില്ല, എല്ലാം വിചാരിച്ച പോലെ സെറ്റായി. സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും അത് പ്രസന്റേഷൻ ചെയ്യാന്നേ. ഓ പ്രോജക്റ്റിന്റെ കാര്യമായിരുന്നോ? You carry on. എന്തൊക്കെ സംശയാണേ, അതും ഈ കൊച്ചു പൈതലിനോട്. സംശയല്ലടി, കാരിങ്. ഒരു ചേട്ടനെന്ന നിലയ്ക്ക് നിന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് എന്റെ കടമയല്ലേ? നിങ്ങൾ സംഭാഷണൊക്കെ പിന്നെ നീ ഇപ്പൊ സംസാരിച്ചേ. സ്പീക്കർ കട്ടാക്കി കൂടെ. അന്വേഷിച്ചിട്ട് കാര്യമില്ല, നിന്റെ കിളിയൊക്കെ ഇവിടുന്ന് എപ്പോഴോ പറന്നു പോയി. എൽസിയും സാറയും ജിമിനും അലക്സൊക്കെ അവന്റെ വീട്ടിലേക്ക് പോയെന്നേ. നാളെ മോർണിംഗ് ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂന്ന്. അത് പറ. അപ്പൊ നാളെ രാവിലെ മോർണിംഗ് 6 മണിക്ക് നിന്റെ വീടിന് മുന്നിൽ ഞാനുണ്ടാവും. ഓക്കേ, ഗുഡ് നൈറ്റ്. എങ്ങനെ നടന്ന കൊച്ചായിരുന്നേ. ഈ കണക്കിന് പോവാണെങ്കിലേ മിക്കവാറും നമ്മളെ പച്ചക്കിളി നമ്മളെ കയ്യിൽ നിന്ന് പറക്കും. വാട്ട്, എല്ലാരും കൂടെ ഒരുമിച്ചൊരു ട്രിപ്പോ? ഇത് ആര് പ്ലാൻ ചെയ്തേ? വേറെ ആര്? മമ്മി പാപ്പി തന്നെ. അല്ല, ഞാൻ മിസ് ചെയ്യുന്ന പോലെ കാന്താരി എന്നെ ഒരു വട്ടെങ്കിലും മിസ് ചെയ്യുന്നുണ്ടാവോ? മിസ് ചെയ്യാനൊക്കെ അവക്ക് എവിടെ നേരം? അവിടെ ഇരുന്ന് എന്നെ നല്ലോണം പറയുന്നുണ്ടാവും. എന്നാൽ എന്റെ ഗൗതമേ, നിനക്ക് എവിടുന്ന് കിട്ടിയടാ ഇതുപോലത്തെ ഒരു മുത്തിനെ? എന്നാലും ഞാൻ എന്തോരം ലക്കിയാലേ, എന്റെ കാന്താരിനെ പോലത്തെ ഒരാള് എന്റെ ലൈഫിൽ വന്നതിലേ. അവൾ എന്നോട് ഇന്ന് വരെ നേരെ സംസാരിച്ചിട്ടില്ല. ഏത് നേരം വഴക്കാ. എന്നിരുന്നാ പോലും അവളെ ഒരു ദിവസം പോലും കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ല. കണ്ടാലോ നേരെ മിണ്ടുന്ന കാട്ടും അവളോട് വഴക്കിടുന്നതാ ഞാനും കൂടുതൽ ആഗ്രഹിക്കുന്നേ. അവളെന്നോട് വഴക്കിടുമ്പം അവള് എന്റേതാന്നുള്ള ഒരു തോന്നല് എനിക്ക് കൂടി കൂടി വരുവാ. അതിലും പ്രത്യേകിച്ചും അവളെ ആ പൊസസീവ്നെസ്. എന്റെ പൊന്നു ഗൗതമേ, നിന്റെ കാന്താരിയെ ഒന്നാന്തര പൊസസീവ്നെസ് ക്വീനാ. അവളെ പോലെ പൊസസീവ്നെസ് കാണിക്കാൻ വേറെ ആരെ കൊണ്ടും പറ്റത്തില്ല. അല്ല, ഞാൻ എന്തിനാ ഇപ്പൊ ഇത്രയധികം സന്തോഷിക്കുന്നേ? ഇന്നത്തെ ദിവസം ഫുള്ളും ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം ഫുള്ളും ഞാൻ എന്റെ